ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് പ്രോത്സാഹിപ്പിച്ചവർക്കൊക്കെ നന്ദി. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, കൊണ്ടോട്ടിയിൽ ഒരു 19കാരി ആത്മഹത്യ ചെയ്തു എന്നുള്ള ന്യൂസ് കണ്ടു. ഇന്നലെ കണ്ടതാണ്. പിന്നെ അതിനെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടൊന്നും പറയാതിരുന്നാണ്. ഇത് പണ്ട് സരസ്വതി ടീച്ചർ പറഞ്ഞ പോലെ കറുത്തവർക്കൊന്നും മോഹിനിയാട്ടം കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതേപോലെയാണല്ലോ ഇപ്പോൾ ഈ കറുത്തവർക്ക് എന്താ കല്യാണം കഴിക്കാൻ പറ്റില്ലേ? ഓ, പിന്നെ കല്യാണം കഴിച്ച അവൻ പിന്നെ കുഞ്ചാക്കോ ബോബനല്ലേ? അവനെ കാണാൻ കുഞ്ചാക്കോ ബോബനെ പോലെ തന്നെ ഉണ്ട്. ചിലപ്പോൾ അതിനെക്കാട്ടിലും കുറച്ചും കൂടി സൗന്ദര്യം കൂടുതലോ എന്നൊരു സംശയമുണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ. അത്രയ്ക്ക് സുന്ദരനാട്ടോ. പിന്നെ ഇപ്പോൾ ആ പെൺകുട്ടി കറുത്തപ്പോൾ അവനക്ക് പറ്റുമോ? മോശം പോയി. ഇവൻ ആരെങ്കിലും പ്രേരണയും കൊണ്ട് കല്യാണം കഴിച്ചാണോ? അങ്ങനെ ആകാൻ വഴിയില്ലല്ലോ. എന്തിനാ ഇതിനൊക്കെ നിൽക്കുന്നത്? ആ കുട്ടിനെ പിന്നൊന്നുണ്ട്, ഇപ്പോഴത്തെ നാട്ടിലത്തെ സമ്പ്രദായം ഉണ്ടല്ലോ. ആദ്യം ഒരു നിക്കാഹ്, അതിൻ്റെ തലേ ദിവസം ഒരു മൈലാഞ്ചി കല്യാണം, അത് കഴിഞ്ഞിട്ട് പിന്നെ കൂട്ടിക്കൊണ്ടുപോകൽ ചടങ്ങ്, അതിൻ്റെ തലേ ദിവസം ഒരു മ്യൂസിക് നൈറ്റ്, അതിൻ്റെ ഒരു മഞ്ഞ കല്യാണം, ഒരു ചുവപ്പ് കല്യാണം, ഒരു നീല കല്യാണം, പറഞ്ഞ പോലെ കുറേ കല്യാണങ്ങളും. ഇതിനൊക്കെ മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാണ്. നമുക്കും അവരെ പോലെ ആവേണ്ടി വരും. മറ്റുള്ളവരും അതിനനുസരിച്ച് നിൽക്കും. ഇതൊക്കെയാണ് ആദ്യം നിർത്തേണ്ടത്. പണ്ടൊക്കെ ഈ ആദ്യം തന്നെ നിക്കാഹ് കഴിച്ചിട്ട് പിന്നെ നിക്കാഹ് കഴിച്ചാൽ കൂട്ടിക്കൊണ്ട് പോവുക. ആദ്യം ഒരു നിശ്ചയം കഴിക്കും, പിന്നെ കയ്യിലൊരു മൊബൈൽ ഫോൺ കൊടുക്കും. മൊബൈൽ ഫോൺ കൊടുത്തിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സംസാരമായിരിക്കും. ഈ സംസാരിച്ച് എത്രയോ കല്യാണങ്ങൾ മുടങ്ങിയ കഥ എനിക്കറിയാം. ഞങ്ങളുടെ അടുത്ത് തന്നെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്നും നിൽക്കാൻ പാടില്ല. ഇതിനൊക്കെയാണ് ഗവൺമെൻറ് കാണിക്കേണ്ടത്. അല്ലാതെ എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോഴേക്കും മറ്റുള്ളവരെ കുറിച്ച് ജയിലിടലല്ല ചെയ്യേണ്ടത്. ഇതിനെതിരെയാണ് ശബ്ദിക്കേണ്ടത്. ഈ മുസ്ലിം സമ്പ്രദായത്തിലാണ് ഇത് നടക്കുന്നത്. ഞാനൊരു മുസ്ലിമാണ്, എനിക്കിതിൽ എതിർപ്പുണ്ട്. കാരണം എത്ര പൈസ അനാവശ്യമായിട്ട് ഓരോ കല്യാണമാകുമ്പോഴേക്കും കളയുന്നത് അറിയോ? ഇതിനൊക്കെ ഇപ്പോൾ പാവപ്പെട്ടവരായാലും കല്യാണത്തിന് പോകുന്നവരായാലും ഇതിനൊക്കെ ഓരോ ഡ്രസ്സ് വേണം. എന്നാലും മറ്റുള്ളവരുടെ കൂടെ കിടപിടിക്കുക. അവരുടെ അത്ര വലുതല്ലെങ്കിലും എന്നാലും മറ്റുള്ളവരുടെ കൂടെ എടുക്കണമല്ലോ. അതിന് പണ്ടത്തെ കല്യാണങ്ങളാണ് കല്യാണം. നിക്കാഹ് കഴിച്ച് നിശ്ചയം കഴിക്കും, അതും ചെക്കൻ്റെ വീട്ടിൽ പോയിട്ട്, അല്ല പെണ്ണിൻ്റെ വീട്ടിൽ വന്നിട്ട് പള്ളിയിൽ വെച്ചിട്ട് നിക്കാഹ് കഴിക്കും. നിശ്ചയം കഴിക്കും. നിശ്ചയം കഴിച്ചതോടെ കഴിയും. പിന്നെ കല്യാണത്തിനാണ്. കല്യാണം കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകൽ ചടങ്ങും കഴിക്കും. അങ്ങനെയൊക്കെ ഒരു ഭംഗിയുള്ള കല്യാണങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ പറഞ്ഞാൽ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? കല്യാണമാണ്. പണം ഇല്ലെങ്കിലും കൂടി കടം വാങ്ങിയിട്ട് പണത്തിൻ്റെ ദൂർത്തടിച്ചിട്ട് കല്യാണം നടത്തും. അതൊക്കെയാണ് ഇങ്ങനെയുള്ളതിനൊക്കെ വഴി വെച്ച് കൊടുക്കുന്നത്. ഇതാർക്ക് പോയി? ആ പെൺകുട്ടിൻ്റെ വീട്ടുകാർക്ക് പോയി. ഉപ്പാക്കും ഉമ്മാക്കും ഒരേ ഒരു മകളാണുള്ളത്. ആ വീട്ടുകാർക്ക് പോയി. അല്ലാണ്ട് ആർക്ക് പോണ്? അവനിപ്പോൾ തയ്ക്കാം, ചിലപ്പോൾ അറസ്റ്റ് ചെയ്യായിരിക്കും. അവൻ ഗൾഫിലുള്ളത്. വന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങി അവൻ വേറെ കല്യാണം കഴിക്കും. ഈ ആത്മഹത്യ ചെയ്യുന്നവർക്കൊക്കെ അവർക്ക് നഷ്ടം അവരുടെ വീട്ടുകാർക്ക് മാത്രം. ഇതുപോലെ മുമ്പൊരു ഡോക്ടറിന് പഠിക്കുന്നൊരു കുട്ടി ആത്മഹത്യ ചെയ്തു. എന്നിട്ടെന്തേ? അവന് ജയിലിലിട്ടു. അവന് പഠിക്കുന്നതായതുകൊണ്ട് അവനെ പുറത്തിറക്കി. അവൻ വലിച്ച് നടന്നു. ഈ ആത്മഹത്യ ചെയ്യാൻ പാടില്ല. ആത്മഹത്യ ചെയ്യുന്നത് ഭീരുക്കളാണ്. ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. ഈ കുട്ടി നല്ല പഠിക്കുന്ന കുട്ടിയാണ്. BSc മാത്സ് എന്ന് പറയുമ്പോൾ നല്ലോണം പഠിക്കണം, എന്നാലേ BSc മാത്സ് എടുക്കാൻ പറ്റുള്ളൂ. ആ കുട്ടിക്ക് പഠിച്ച് വല്ല ജോലി വാങ്ങി നീ പോടാന്ന് പറഞ്ഞിട്ട് പോകേണ്ട ആവശ്യമില്ലുള്ളൂ. ഇന്നത്തെ പെൺകുട്ടികൾക്ക് അതിനുള്ള കൗൺസിലിംഗ് കൊടുക്കണം. അല്ലാണ്ട് ഈ കറുത്തത് പറഞ്ഞാൽ കറുത്ത കുട്ടികളുടെ മനസ്സ് വെളുത്തിട്ടുണ്ടാവും. ആ കുട്ടി അതുകൊണ്ടാണല്ലോ ആത്മഹത്യ ചെയ്തത്. ഈ കുട്ടിക്ക് അവളുടെ വീട്ടുകാർ ഇവളുടെ മാനസിക ഇത് നോക്കിയിട്ട് ഒരു കൗൺസിലിംഗ് കൊടുക്കായിരുന്നു. അപ്പോൾ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത്. എനിക്കത് കേട്ടപ്പോൾ എനിക്ക് അവൻ്റെ മുഖം കണ്ടിട്ടാണ് എനിക്ക് എന്താ കുഞ്ചാക്കോ ബോബൻ നിൽക്കൽ. എന്നാൽ അവനെക്കാട്ടിലും ഭംഗി ആ കുട്ടിയുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരു ഭംഗിയില്ലാത്തൊരു കുട്ടിയൊക്കെ വയറി തേച്ചിട്ട് ഭംഗി വെച്ച് നടത്തുന്നുണ്ട്. ആ കുട്ടി നോക്ക്, നേരിട്ട് കാണാൻ തന്നെ എന്താണ് നല്ല മുഖലക്ഷണമുള്ള കുട്ടിയാണ്. അത് പറയാം. നേരെ മറിച്ച് അവൻ്റെ മുഖം നോക്ക്, ഒരു മുഖലക്ഷണവും ഇല്ലാത്ത. ഞാൻ പറയാം, എന്താ പറയുക,
അതിന് മുഖം ഒരു ചിരിച്ച മുഖം ഉണ്ടാവും എനിക്ക്. ആ കുട്ടിയാണെങ്കിൽ ചിരിച്ച മുഖം തന്നെയാണ് ആ കുട്ടിക്കുള്ളത്. ഇവനൊക്കെ ഇന്ന് ഈ കോടതി നിയമമൊക്കെ ഇവനക്കെതിരെ ഇങ്ങനത്തെ ആൾക്കാർക്കെതിരെ നല്ലോണം തിരിയണം. ഇതേപോലെ പെൺകുട്ടികളും ഉണ്ട് കേട്ടോ. എന്താണ് നിക്കാഹൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ എനിക്ക് അവനെ ഇഷ്ടമില്ല എന്നും പറഞ്ഞു മാറും. അതും എനിക്ക് എൻ്റെ അനുഭവത്തിൽ എൻ്റെ അടുത്ത ആൾക്കാരിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ ആണിനും പെണ്ണിനും ഇത് സംഭവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ പറയാണ്, ഈ കുട്ടി ചെയ്തത് വളരെ മോശമായിപ്പോയി. ആ കുട്ടിക്ക് ഉമ്മാക്ക് ആകെ ഒരു മകളുള്ളൂ. ആ കുട്ടിൻ്റെ വാപ്പ ഗൾഫിൽ കിടന്ന് അധ്വാനിക്കണം ഈ മകൾക്ക് വേണ്ടിയിട്ടല്ലേ. ഈ കുട്ടി എന്തിനത് ചെയ്തു? ആ കുട്ടിക്ക് അതിൻ്റെ കബറടക്കവും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇനി ആ വീട്ടുകാരുടെ സ്ഥിതി എന്താണ്? അപ്പോൾ ഇതിനെതിരെയാണ് എല്ലാവരും പ്രവർത്തിക്കേണ്ടത്. മനസ്സിനാണ് വലുപ്പം. മനസ്സും നിറവും കറുത്ത ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അതും നമുക്കറിയാം. എന്നിട്ടും ജീവിക്കുന്നില്ലേ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടപ്പോൾ ഒന്ന് കുറച്ച് പറയണം തോന്നി. എനിക്കിത് കേട്ടപ്പോൾ ഒരു 19 വയസ്സായ കുട്ടിയല്ലേ. ആ കുട്ടിക്ക് ഇനി ജീവിതം എത്ര കിടക്കുന്നു? ആ കുട്ടി എന്താ വിചാരിച്ചറിയോ? ഇവൻ ഡൈവേഴ്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് 2ാം കല്യാണം കിട്ടുള്ളൂ. അതാണ് ആ കുട്ടി ചിന്തിച്ചത്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അസ്സലാമു അലൈക്കും.